നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇഡി തൊട്ടവന്മാരെ ഇതുവരെയും ഒരു ചുക്കും ചെയ്യാത്ത അല്ലെങ്കിൽ കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിയാത്ത രമേശ് ചെന്നിത്തലയുടെ പോലീസിനെ പറപ്പിച്ചിരിക്കുകയാണ് കോടതി. തലസ്ഥാന നഗരിയെ നടുക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ അതിക്രമ കേസിൽ പോലീസ് ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കാത്തത് എന്തുകൊണ്ട്? കേസിൽ അതീവ നിർണായകമായ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും ഡിജിറ്റൽ തെളിവുകളും ലഭിക്കാൻ വൈകുന്ന സാഹചര്യത്തിലാണ് തുടർ നടപടികൾ നീട്ടിവെക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. വരും ദിവസങ്ങളിൽ കേസ് കൂടുതൽ സങ്കീർണമായ നിയമയുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന സൂചനയാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്നത്. അതിതിടുക്കത്തിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് പ്രതികൾക്ക് നിയമപരമായി രക്ഷപ്പെടാൻ വഴി തുറക്കുമെന്ന ആശങ്ക ഉയർന്നതിനെ തുടർന്നാണ് പോലീസിന്റെ ഈ പിൻവാങ്ങൽ. കേസിൽ യാതൊരുവിധ വീഴ്ചകളും വരുത്താതെ സമഗ്രവും കുറ്റമറ്റതുമായ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം മാത്രം കോടതിയിൽ കുറ്റപത്രം നൽകിയാൽ മതിയെന്ന ഉന്നത നിയമോപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ ഈ പുതിയ തീരുമാനം. സിപിഎമ്മിന്റെ ഉന്നതതല ഗൂഢാലോചനയാണ് ആക്രമണമെന്ന് ഇഡി ആരോപിച്ചിട്ടുണ്ട്. പ്രതികളെ നിയമത്തിനു മുന്നിൽ പരമാവധി തളച്ചിടുക എന്ന ലക്ഷ്യത്തോടെ കടുത്ത തന്ത്രങ്ങൾ തന്നെയാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഇഡി ഉദ്യോഗസ്ഥരെ കായികമായി ആക്രമിച്ച കേസും ഇതേ സംഭവത്തിന് തുടർച്ചയായി സ്ഥലത്തെത്തിയ പോലീസുകാരെ ആക്രമിച്ച കേസും വെവ്വേറെയായിട്ടായിരുന്നു ആദ്യം പോലീസ് കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ ഇവ രണ്ടും ഒരൊറ്റ സംഭവത്തിന്റെ ഭാഗമായതിനാൽ ഒന്നിച്ചു കൊണ്ടുപോകാനാണ് പോലീസിന്റെ ആലോചന. കൂടുതൽ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നില്ലെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. ക്രമസമാധാന പാലകർക്ക് നേരെ ഉണ്ടായ ആക്രമണവും കേന്ദ്ര ഏജൻസിയുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുമായ രണ്ട് കേസുകളും ഒന്നിച്ചു ചേർത്ത് ഒരൊറ്റ കുറ്റപത്രമായി കോടതിയിൽ സമർപ്പിക്കാനാണ് പോലീസ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. ഇത് പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതിനും കേസിന്റെ ഗൗരവം കുറയ്ക്കുന്നതിനുമുള്ള സാധ്യതകൾ പൂർണ്ണമായി ഇല്ലാതാകുമെന്നും പോലീസ് കരുതുന്നു. മാത്രമല്ല, എന്തിനാണ് ഇത്രയും വൈകിപ്പിക്കുന്നത് കുറ്റപത്രം സമർപ്പിക്കാൻ എന്ന ചോദ്യം കോടതി തന്നെ ചോദിച്ചിരുന്നു. ഈ സാഹചര്യവും ഏറെ നിർണായകമാണ്. എന്ത് ചെയ്യുകയായിരുന്നു ഇത്രയും നാൾ എന്ന് പോലും കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ആക്രമണ സ്ഥലത്ത് നിന്ന് ശേഖരിച്ച ശാസ്ത്രീയ തെളിവുകളുടെയും പ്രതികളിൽ നിന്നും പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും പരിശോധനാ ഫലമാണ് ഇനി പോലീസിന് ലഭിക്കാനുള്ളത്. സൈബർ സെല്ലിന്റെയും സ്റ്റേറ്റ് ഫോറൻസിക് ലബോറട്ടറിയുടെയും പക്കലുള്ള ഈ റിപ്പോർട്ടുകൾ കേസിൽ അതീവ നിർണായകമാണ്. സംഭവ സമയത്തെ CCTV ദൃശ്യങ്ങൾ, മൊബൈൽ ഫോൺ രേഖകൾ, ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളിലെ വിരലടയാളങ്ങൾ എന്നിവയുടെ ശാസ്ത്രീയ സ്ഥിരീകരണം കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഈ പരിശോധനാ ഫലങ്ങൾ ഔദ്യോഗികമായി കൈപ്പറ്റിയ ശേഷം മാത്രമേ കുറ്റപത്രത്തിന്റെ അന്തിമ രൂപം തയ്യാറാവുകയുള്ളൂ എന്ന് സിറ്റി പോലീസ് ഉന്നതർ വ്യക്തമാക്കി. അതേസമയം കേസിൽ പ്രതികളുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ഹൈക്കോടതിയിൽ പുരോഗമിക്കുകയാണ്. കേസിൽ നേരത്തെ ജാമ്യം ലഭിച്ച 9ാം പ്രതി ഹരീഷ് കുമാറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കി. വിശദമായ വാദം കേൾക്കാതെ പ്രതിയുടെ ജാമ്യം പെട്ടെന്ന് റദ്ദാക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി 9ാം പ്രതി ഹരീഷ് കുമാർ നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ കൂടി കേട്ട ശേഷമേ ജാമ്യം റദ്ദാക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ എന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. അതേസമയം തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതിയുടെ ജാമ്യ വിശദമായ വാദം കേൾക്കാതെ റദ്ദാക്കില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞതും അത് ഏറെ നിർണായകമാണ്. 9ാം പ്രതി ഹരീഷ് കുമാറിന് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. 27 ദിവസം കസ്റ്റഡിയിൽ ഉണ്ടായിട്ടും 9ാം പ്രതിയെ എന്തുകൊണ്ട് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് സർക്കാരിനോട് ഹൈക്കോടതിയും ചോദിച്ചു. മുൻപ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന അഡ്വക്കേറ്റ് ഗീനാകുമാരി ഒത്തുകളിച്ചെന്ന ആരോപണമുണ്ടെങ്കിൽ സർക്കാരിന് അവർക്കെതിരെ നടപടിയെടുക്കാം. എന്നാൽ ഈ ഘട്ടത്തിൽ ഹർജിയിൽ സർക്കാർ എതിർകക്ഷിയാക്കിയ ഗീനാകുമാരിക്ക് നോട്ടീസ് അയക്കേണ്ട സാഹചര്യമില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾക്കായി പോലീസ് കാത്തിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് പിന്നിൽ CPM ഉന്നത നേതാക്കളുടെ ഗൂഢാലോചനയുണ്ടെന്ന് ഇഡി കോടതിയിൽ അറിയിച്ചു. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ കേസിലെ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നതിനെതിരെ സമർപ്പിച്ച തടസ്സവാദത്തിലാണ് CPM നേതാക്കൾക്കെതിരായ പരാമർശം. കേസിലെ 9ാം പ്രതിക്ക് ജാമ്യം ലഭിച്ചതോടുകൂടിയാണ് ഇഡി കേസിൽ കക്ഷി ചേർന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി, മറ്റു ഉന്നത പ്രാദേശിക നേതാക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പ്രതിഷേധവും തുടർ ആക്രമണവും ഉണ്ടായത്. പ്രതിഷേധത്തിനിടെ മുതിർന്ന നേതാക്കളുടെ പ്രകോപനപരമായ പ്രസംഗം അണികൾക്കുള്ള സൂചനയായിരുന്നു. ഇത് ബോധപൂർവം ആക്രമണത്തിനും പ്രേരിപ്പിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. CPM പാർട്ടിയോ ഉന്നത നേതൃത്വമോ CMRL കള്ളപ്പണ വെളുപ്പിക്കൽ കേസിന്റെ അന്വേഷണ പരിധിയിൽ നേരിട്ട് വരുന്നില്ലെന്നും ജാമ്യം തള്ളണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച തടസ്സവാദത്തിൽ ഇഡി ചൂണ്ടിക്കാട്ടുന്നു. ഇഡിക്ക് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ MJ സന്തോഷാണ് ഹാജരായത്.
കൊലപ്പെടുത്തുകയായിരുന്നു ഉദ്ദേശമെന്ന് മജിസ്ട്രേറ്റ് കോടതി പറയുന്നു. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അഭിപ്രായപ്പെട്ടു. ഇതിനാണ് പ്രതികൾ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തതെന്ന് 3 പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ടാനിയ മറിയം ജോസ് പറയുന്നു. തങ്ങളുടെ പ്രവൃത്തി ഉദ്യോഗസ്ഥരുടെ മരണത്തിനിടയാക്കുമെന്ന് പ്രതികൾക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നതായും നിരീക്ഷിച്ചു. വട്ടിയൂർക്കാവ് മാർക്കറ്റ് ലൈൻ അനിൽ നിവാസിൽ അനിൽകുമാർ, മണക്കാട് ആറ്റുകാൽ പാടശ്ശേരി രാമചന്ദ്രൻ നിലയത്തിൽ വിജയ് SL, മണക്കാട് കിള്ളിത്തറ പുത്തൻവീട്ടിൽ നിഷാദ് എന്നീ പ്രതികളുടെ ജാമ്യ ഹർജിയിലാണ് കോടതി തള്ളിക്കൊണ്ട് ഈ നിർണായക നീക്കം നടത്തിയത്. എന്തായാലും അത് ആ ഒരു ദൃശ്യം കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. ആക്രോശിച്ചുകൊണ്ട് ആവേശപ്പെട്ടുള്ള അതായത് ഒരു പ്രകടനം കാണിക്കണമെന്നല്ല, ഞങ്ങളുടെ സഖാവിനെ തൊട്ടാൽ ഞങ്ങൾ നിങ്ങളെ കൊന്നുകളയും, അല്ലെങ്കിൽ ഒരാളും ഇവിടെ നിന്ന് പോകില്ല എന്നുള്ള മട്ടിലുള്ള രീതി തന്നെയായിരുന്നു അന്ന് ED ഉദ്യോഗസ്ഥർക്കെതിരെ ഇവരെല്ലാവരും കാട്ടിക്കൂട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് വളരെ നിർണായകമായ നീക്കം നടത്തിയിരിക്കുന്നത്. എന്തായാലും കോടതിയുടെ നീക്കങ്ങൾ വളരെ നിർണായകമാണ്. ED അങ്ങനെ ഇങ്ങനെയൊന്നും ഈ കേസ് വിട്ടുകളയാനുള്ള തീരുമാനത്തിലും അല്ല.